ഗായ്സ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാൻ. ചിലരൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടാവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ഉമ്മാൻ്റെ ചട്ടീനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെക്കുക, ഗ്യാസ് ഓൺ ആക്കുക, കത്തിക്കുക. പിന്നെ നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട ആവശ്യത്തിന് ഇട്ടിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇടണം കേട്ടോ. ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി ചെറുതായി അരിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഞാൻ കുറച്ച് കനത്തിലായി പോയി അരിഞ്ഞത്, അതുകൊണ്ട് വഴയാൻ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വഴണ്ടതിന് ശേഷം ഞാൻ പിന്നെ എല്ലാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കടല എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി, ഉള്ളിയും തക്കാളിയൊക്കെ കേട്ടോ. അങ്ങനെ നല്ലപോലെ ഇതുപോലെ ഞാനിങ്ങനെ ഉടച്ചിങ്ങനെ കൊടുക്കട്ടെ. അപ്പോൾ നല്ലൊരു വേറൊരു ടൈപ്പ് പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടും. അങ്ങനെ നല്ല പോലെ വഴണ്ടി വന്നിട്ട് ഞാനിത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി. ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, അത് കളറിന് വേണ്ടിയിട്ട്. പിന്നെ സാധാ മുളകും പൊടി എരിക്ക് വേണ്ടിയിട്ട് എത്ര നമ്മൾ എരി അനുസരിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനൊരു കൈക്കണക്കിന് എടുത്തതാണ്. നിങ്ങളും അതുപോലെ ഒരു എത്രയും വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം പോയിട്ട് ഞാൻ ചൂടുവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളത്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കടല ഉപ്പിട്ടിട്ട് വെറുതെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ കടല ലേസ് എടുത്തിട്ട് ഞാൻ മിക്സിയിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ കറി നല്ല കുറുക്കം കിട്ടും, നല്ല വെള്ളം പോലെ ആവാണ്ട് നല്ല കുറുക്കം കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലീനിങ്ങും നടക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ ഫസ്റ്റ് എടുത്തിരുന്ന ആ കയ്യിൽ സ്പൂൺ എന്താ പറയുക എന്താണെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ സുഖമായിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളെ കടല ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നേരം ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചു, കാരണം ഒക്കെ വെന്തതാണല്ലോ. ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് നേരം വെച്ചിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറുതായി തിളച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടച്ചു വെച്ചു. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ട്രൈ ചെയ്തൊക്കെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.